നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ദക്ഷിണ കേരള മഹാനഗരി മാത്രമല്ല ദക്ഷിണേന്ത്യ സഭ മുഴുവനായിട്ട് ഇന്ന് കടന്നു പോകുന്നത് അത്ര സുഖകരമായ ഒരു സാഹചര്യത്തിലൂടെയല്ല. ഇതൊരു പ്രത്യേക നിമിഷത്തിൽ ഉണ്ടായ ഒന്നല്ല. കഴിഞ്ഞുപോയ നാളുകളിൽ ചില വ്യക്തികളുടെ പ്രവർത്തനങ്ങൾ മൂലം ഒരു സഭ ഈ നിലയിലായിരിക്കുകയാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെ, കഴിഞ്ഞുപോയ നാളുകളെ പരിശോധിക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. ഇതിന് ഉത്തരവാദി ആരാണ്? എന്റെ റോൾ എന്തായിരുന്നു? ഇതിൽ നിന്ന് എന്ത് പാഠമാണ് എനിക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക? ഇന്ന് നമ്മുടെ മുന്നിൽ പല പാതകളുണ്ട്. ഏത് വഴിയിലൂടെ നടക്കണം? പഴയ പാതകളിൽ നിന്ന് നല്ല പാത ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് ബോധ്യപ്പെട്ട് അതിലെ നടക്കാനായിട്ട് നമുക്ക് കഴിയണം. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം നാം സാധാരണ പറയുന്ന ഒരു കാര്യമാണ്. ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അതും നാം ഓർക്കേണ്ട കാര്യമാണ്. ഏത് സാഹചര്യം വന്നാലും യോശുവ അവരോട് പറയുന്നത് പോലെ, ഇസ്രായേൽ മക്കളോട് പറയുന്നത് പോലെ, ഇസ്രായേലിൽ നിന്ന് ഇസ്രായേൽ മക്കളെ കനാൻ നാട് വരെ കൊണ്ടുവന്ന മോശയുടെ കാലത്തിന് ശേഷം അവരുടെ നേതൃത്വം ഏറ്റെടുത്ത യോശുവ അവരോട് പറയുകയാണ്, നിങ്ങൾ ആരെയാണ് സേവിക്കാൻ പോകുന്നത്? ഇവിടെയുള്ള ദൈവങ്ങളെയാണോ അതോ നിങ്ങളെ ഇതുവരെയും നടത്തിയ യഹോവയായ ദൈവത്തെയാണോ? നിങ്ങളുടെ മുന്നിൽ രണ്ട് പാത തുറന്നു തന്നിരിക്കുകയാണ്. ഏത് പാത നിങ്ങൾ സ്വീകരിക്കുന്നത്? എന്നാൽ ഞാനും എന്റെ കുടുംബമോ ഞങ്ങളെ യഹോവയെ സേവിക്കും. അതൊരു നേതാവിന്റെ സാക്ഷ്യമാണ്, നേതാവിന്റെ വിശ്വാസ പ്രഖ്യാപനമാണ്. നമ്മളെല്ലാം വിശ്വാസികളാണ്, വിശ്വാസ സമൂഹത്തിന്റെ നേതാക്കളാണ്. നാം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, നിങ്ങളുടെ മുന്നിൽ രണ്ട് പാതകളുണ്ട്, നല്ല പാത തിരഞ്ഞെടുക്കുകയും നിങ്ങൾ ഏത് പാത തിരഞ്ഞെടുത്താലും അത് നിങ്ങളുടെ ജീവിതമാണ്. എന്നാൽ ഞാൻ യഹോവയെ സേവിക്കും. യഹോവയുടെ പാത ഞാൻ സ്വീകരിക്കും, അതിനെ ഞാൻ നടക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് അഭിപ്രായങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നാം ദൈവത്തിന്റെ മക്കളാണ്. ഇത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. നമുക്ക് ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും അഭിപ്രായങ്ങൾ പറയാനുമുള്ള അവകാശവും അതുപോലെ തന്നെ അതിനുള്ള ബുദ്ധിശക്തി. പക്ഷേ ഒരു സഭ എന്ന നിലയിൽ അഭിപ്രായ സമന്വയത്തിലൂടെ പരസ്പരം പൊറുക്കാനും പരസ്പരം ഉൾക്കൊള്ളാനും പരസ്പരം കൂടുതലായി മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണം. ഒരു സഭയായിട്ട് ഇനി നമുക്ക് മുന്നോട്ട് പോകണം. നമ്മുടെ തെറ്റുകൾ ഉണ്ടാകാം. കഴിഞ്ഞു പോയ നാളുകളിൽ നാം പലപ്പോഴും പരസ്പരം കുറ്റപ്പെടുത്തിയിരിക്കാം. അതെല്ലാം തിരുത്താനുള്ള ഒരു അവസരമാണ്. ഈ സഭ വേദനിക്കുന്ന ഒരു സഭയാണ്. ദക്ഷിണ കേരള മഹാനഗരിയുടെ വേദന മറ്റ് മഹാനഗരികളും അറിയുന്നുണ്ടായിരുന്നു. ആ വേദന നാം എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ച് നമ്മുടെ ഇടയിൽ നിന്ന് അകറ്റണം. സൗഖ്യദായക ശുശ്രൂഷയായിരിക്കട്ടെ ഈ വരുന്ന നാളുകളിൽ നമുക്കുണ്ടാകണം. പ്രിയമുള്ളവരെ, നല്ല പാത ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിലെ നടക്കാനായിട്ട് നമുക്ക് കഴിയണം. ഇതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യവും നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ മുഖമുദ്രയും. പഴയ പാതകളിൽ നിന്ന് നല്ലതിനെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയട്ടെ. ഈ പ്രത്യേക സാഹചര്യത്തിൽ ബിഷപ്പ് ഇൻചാർജ് എന്ന നിലയിൽ ദക്ഷിണ കേരള മഹാനഗരിയിലെ ശുശ്രൂഷ
നൽകാനായിട്ട് സിനഡിന്റെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്നെ നിയോഗിച്ചിരിക്കുകയാണ്. ഈ വലിയ ചുമതല, ഈ വലിയ അംഗീകാരം എന്ന് ഞാൻ പറയട്ടെ, ഞാൻ ഇന്ന് ഏറ്റെടുക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സഹകരണവും പൂർണ്ണമായി ഉണ്ടാകണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഞാനൊരു വ്യക്തി മാത്രമാണ്. എൻ്റെ ബുദ്ധിക്കും എൻ്റെ പ്രവർത്തനങ്ങൾക്കും ഒരു പരിമിതിയുണ്ട്. എന്നാൽ നമ്മുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഈ പരിമിതികളെല്ലാം മറികടക്കാനായിട്ട് നമ്മെ സഹായിക്കും. യാതൊരു സംശയവുമില്ല. എനിക്ക് ഇന്ന് രാവിലെ വേദപുസ്തകത്തിൽ ഒരു വാക്യം എൻ്റെ മൊബൈൽ ഫോണിൽ വരാറുണ്ട്. അതിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ. ഇന്ന് എനിക്ക് വന്നത് വേറൊന്നുമായിരുന്നില്ല, എന്റെ കൃപ നിനക്ക് മതി. My grace is sufficient for you. അത് മതി, നമുക്കെല്ലാവർക്കും അത് മതി. അതിലപ്പുറമായിട്ട് വേറൊന്നും വേണം. ഒരു സഭ, ക്രിസ്തീയ സഭ എന്ന സാക്ഷ്യം ഈ പ്രദേശത്ത് ഉയർത്തിപ്പിടിക്കാൻ ദക്ഷിണ കേരള മഹായിടവയ്ക്കും ഈ എം ചർച്ചിനും സാധിക്കും. അതിന് തടസ്സമായി നിൽക്കുന്നതെല്ലാം ദൈവം നമുക്ക് നീക്കി തരും. ഞാൻ കണ്ണമല സെമിനാരിയിൽ പഠിപ്പിക്കുന്ന സമയത്ത് 8 വർഷക്കാലം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. പല പ്രാവശ്യം ഈ ദേവാലയത്തിൽ വരാൻ ദക്ഷിണ കേരള മഹായിടവയിലെ വിവിധ ദേവാലയങ്ങളിൽ വചന ശുശ്രൂഷ നടത്താനും മറ്റു ശുശ്രൂഷകളിൽ പങ്കെടുക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആ നല്ല കാലം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. എൻ്റെ നിരവധി സുഹൃത്തുക്കൾ ഇവിടെ അച്ഛന്മാരോ അൽമേനിമാരുമായിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒരു പാതയിലൂടെ, അത് യേശു നമുക്ക് കാണിച്ചു തരുന്ന ആ പാതയിലൂടെ പഴയ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിന്ന് നല്ലത് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ഒരു വിശ്വാസ സമൂഹമായിട്ട് നമ്മുടെ തീർത്ഥാടനം നമുക്ക് തുടരാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.